അസ്സലാമു അലൈക്കും. സൂറ അൽ അൻആം ഖുർആനിലെ 6-ാമത്തെ അധ്യായമാണ്. ഇതിൽ 165 ആയത്തുകളാണുള്ളത്. അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെയും ശക്തിയുടെയും വ്യക്തമായ അടയാളങ്ങൾ, ബഹുദൈവാരാധനയുടെയും അവിശ്വാസത്തിൻ്റെയും നിരാകരണം, തൗഹീദിൻ്റെ സ്ഥാപനം, വെളിപാട്, ദൂതത്വം, പുനരുത്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ സൂറ പര്യവേക്ഷണം ചെയ്യുന്നു. ആകാശഗോളങ്ങളെ ആരാധിക്കുന്നത് നിർത്തി അള്ളാഹുവിലേക്ക് തിരിയാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച ഇബ്രാഹിമിൻ്റെ കഥയും ഇത് പറയുന്നു. അള്ളാഹുവിൻ്റെ ശക്തിയുടെയും ആധിപത്യത്തിൻ്റെയും അടയാളങ്ങൾ ഊന്നിപ്പറയുന്നതിനും ഏകദൈവാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിശ്വാസവും അവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും ഈ സൂറ അറിയപ്പെടുന്നു. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൻ്റെ കേന്ദ്രസ്തംഭമായ തൗഹീദിൻ്റെ ആശയം വ്യക്തമാക്കുന്ന ഖുർആനിലെ ഒരു നിർണായക അധ്യായമാണ് സൂറ അൽ അൻആം. അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തെയാണ് തൗഹീദ് പ്രതിനിധീകരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും പരിപാലകനും പരമാധികാരിയുമായ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന് ഇത് അടിവരയിടുന്നു. അള്ളാഹുവിനുള്ള സമ്പൂർണ്ണ ആരാധന മനസ്സിലാക്കാനും അംഗീകരിക്കാനും വിശ്വാസികളെ സഹായിക്കുന്നതിൽ ഈ സൂറത്ത് നിർണായക പങ്ക് വഹിക്കുന്നു. എല്ലാ ഭക്തി, പ്രാർത്ഥന, അനുസരണം എന്നിവ അള്ളാഹുവിലേക്ക് മാത്രമായി നയിക്കപ്പെടണമെന്നാണ് ഇത് ഊന്നിപ്പറയുന്നത്. ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വത്തെ ശക്തിപ്പെടുത്തുന്നു. സൂറ അൽ അൻആം നീതിമാനും ധാർമ്മികവുമായ ജീവിതം നയിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു ധാർമ്മിക ചട്ടക്കൂട് വാഗ്ദാനം ചെയ്യുന്നു. നന്മയുടെയും തിന്മയുടെയും തത്വങ്ങളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുന്നു. ധാർമ്മികമായി സ്വീകാര്യമായതും നിഷിദ്ധമായതും എന്താണെന്ന് വിവരിക്കുന്നു. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെയും ഗുണങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഈ സൂറത്ത് നൽകുന്നു. സത്യസന്ധത, ദയ, നീതി, അനുകമ്പ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും വ്യക്തികൾക്ക് ധാർമ്മിക സ്വഭാവം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇസ്ലാമിലെ പ്രവാചകന്മാരുടെ നിർണായക പങ്കിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് സൂറ അൽ അൻആം വിവിധ പ്രവാചകന്മാരെയും അവരുടെ ദൗത്യങ്ങളെയും പരാമർശിക്കുന്നു. മനുഷ്യരാശിയെ നീതിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവഹിതത്തോടുള്ള അനുസരണത്തിലേക്കും നയിക്കാൻ അള്ളാഹു ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ അയച്ചുവെന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നു. ഈ പ്രവാചകന്മാർ നൽകിയ സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സൂറ എടുത്തു കാണിക്കുന്നു. അവരുടെ പഠിപ്പിക്കലുകൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. സൂറ അൽ അൻആമിലൂടെ വിശ്വാസികൾക്ക് പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൽ നേരിടുന്ന വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ സന്ദേശത്തോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധത മുസ്ലിങ്ങൾക്ക് പ്രചോദനത്തിൻ്റെ ഉറവിടമായി വർത്തിക്കുകയും ഈ മാതൃകാ വ്യക്തികളുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും നിരസിക്കണമെന്ന് സൂറ അൽ അൻആം ശക്തമായി വാദിക്കുന്നു. ആരാധന ഏകസത്യദൈവമായ അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണമെന്ന് ഇത് അടിവരയിടുന്നു. ഇഹലോകത്തിലെ ഒരാളുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ ഊന്നിപ്പറയുന്നതിലൂടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവ് ഈ സൂറത്തിലൂടെ നൽകുന്നു. ഇഹലോക ജീവിതം താൽക്കാലികമാണെന്നും ഇവിടെ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് പരലോകത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടെന്നുമുള്ള ആശയം ഇത് വ്യക്തമാക്കുന്നു. ഈയൊരു ധാരണ വിശ്വാസികളെ നീതിയുടെയും പുണ്യത്തിൻ്റെയും ജീവിതം നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ വിജയവും മോക്ഷവും നേടുക എന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും പാപപ്രവൃത്തികൾ ഒഴിവാക്കാനും തെറ്റുകൾക്ക് ക്ഷമ നേടാനും ഇത് അവരെ പ്രേരിപ്പിക്കുന്നു. വിശ്വാസികൾക്കുള്ള നിയമപരമായ തത്വങ്ങളും ധാർമ്മിക മാർഗനിർദ്ദേശങ്ങളും സ്ഥാപിക്കുന്ന വാക്യങ്ങൾ സൂറ അൽ അൻആമിൽ അടങ്ങിയിരിക്കുന്നു. ഈ തത്വങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നു. സമൂഹത്തിൽ നീതിയും ന്യായവും ഉറപ്പാക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കാൻ സഹായിക്കുന്നു. ജീവിത വെല്ലുവിളികളെ സഹിഷ്ണുതയോടെ നേരിടാൻ വിശ്വാസികൾക്ക് സൂറ അൽ അൻആമിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് പ്രയോജനം നേടാനാകും. സൂറയിലെ വിശ്വാസത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും സന്ദേശങ്ങൾ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത നിലനിർത്താൻ വ്യക്തികളെ പ്രചോദിപ്പിക്കുന്നു. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഒരാൾ സൂറ പാരായണം ചെയ്താൽ ആ മലക്കുകൾ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം വരെ അവനു വേണ്ടി പ്രകീർത്തിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആൻ 1/5 ഭാഗത്തായാണ് അവതരിച്ചിരിക്കുന്നത്. അത് 1/5 ഭാഗം മനഃപ്പാഠമാക്കിയവൻ ഒരിക്കലും അത് മറക്കില്ല. സൂറ അൽ അൻആം ഒഴികെ അത് പൂർണ്ണമായി അവതരിച്ചതാണ്. ഓരോ ആകാശത്തു നിന്നും 70 മലക്കുകൾ അത് പ്രവാചകന് എത്തിച്ചു കൊടുക്കുന്നതുവരെ അത് കാണിച്ചു കൊടുത്തു. അള്ളാഹു രോഗശമനം നൽകാതെ ഒരു രോഗിയുടെയും മേൽ ഒരിക്കലും അത് ഓതിയിട്ടില്ല. സൂറ അൽ അൻആം അതിലെ വാക്യങ്ങളിലൂടെ ആഴത്തിലുള്ള ആത്മീയ രോഗശാന്തി നൽകുന്നു. സൂറ അള്ളാഹുവിന്റെ പാപമോചനം നേടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പശ്ചാത്താപം ആത്മീയ രോഗശാന്തിക്കും ശുദ്ധീകരണത്തിനുമുള്ള ഒരു പാതയാണെന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു.
ആത്മീയ സമാധാനവും അള്ളാഹുവിലുള്ള വിശ്വാസവും വളർത്തിയെടുക്കുന്നതിലൂടെ ഈയൊരു സൂറത്ത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യത്തിന് ഗുണം ചെയ്യുകയും ചെയ്യുന്നു. പരീക്ഷണങ്ങളെ സഹിച്ചു നിൽക്കുന്ന പ്രവാചകന്മാരുടെ കഥകൾ ക്ഷമയും സ്ഥിരോത്സാഹവും പ്രചോദിപ്പിക്കുന്നു. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ മാനസിക സമാധാനം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. സൂറ അൽ അൻആം ആദ്യം മുതൽ തക്സിബൂൻ വരെ ആരെങ്കിലും പാരായണം ചെയ്താൽ അന്ത്യദിനം വരെ 40,000 മലക്കുകളെ ആരാധിക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹു അവന് നൽകും. രാവിലെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്കും ഇതേ പ്രതിഫലം ലഭിക്കും. സൂറ അൽ അൻആമിൽ വിശദീകരിച്ചിരിക്കുന്ന തൗഹീദ് എന്ന ആശയം ഇസ്ലാമിക ആരാധനയ്ക്കും അനുഷ്ഠാനത്തിനും വ്യക്തമായ ഒരു ചട്ടക്കൂട് നൽകുന്നു. വിശ്വാസികൾ അവരുടെ വിശ്വാസവും പ്രവൃത്തികളും അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കണമെന്നും അവരുടെ ദൈനംദിന ജീവിതത്തെയും മതപരമായ ആചാരങ്ങളെയും രൂപപ്പെടുത്തണമെന്നും ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.